ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ബ്രദർ എന്ന നിലയിൽ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് കൺസേൺ ഉണ്ട്. ഒരിടത്ത് പോയി തോറ്റുമുടങ്ങി വന്നതാ. വീണ്ടും മറ്റൊന്ന് തിരഞ്ഞെടുക്കുമ്പോ 2 വട്ടമല്ല 100 വട്ടം ആലോചിക്കണം. ചേച്ചി അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളാണോ? കല്യാണം കഴിക്കുന്ന ആളുടെ ഇഷ്ടവും താല്പര്യമല്ലേ പ്രധാനം? എടോ തനിക്കറിയില്ല, ഈ രാജീവ് എന്ന് പറഞ്ഞവനൊരു നല്ല മനുഷ്യൻ പോലും അല്ല. പക്ഷേ ശിശിരേച്ചിക്ക് ഇഷ്ടാണല്ലോ. അറുത്ത് മുറിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതുകൂടി ഒന്ന് കണക്കിലെടുക്കണ്ടേ? വേണ്ട, ഇവൻ കണക്കിലെടുക്കണ്ട. എന്റെ ജീവിതം എന്റെ മാത്രം ബാധ്യതയാണല്ലോ. അപ്പൊ പിന്നെ അത് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ നടക്കില്ല. ഈ കാര്യത്തിലെ എന്റെ തീരുമാനം മാത്രം മതി. അങ്ങനെയാണെങ്കിലേ നീ തന്നെ തീരുമാനിച്ച് അതങ്ങ് നടപ്പിലാക്കിക്കോ. പക്ഷെ ഞങ്ങളെ ആരെയും അതിൽ നീ ക്ഷണിക്കണ്ട. ഗൂഗിൾ ഒന്ന് സമാധാനിക്ക. എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്തായാലും ശിശിരേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടായില്ലേ പറ്റൂ. അല്ലാതെ എല്ലാ കാലത്തും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എടോ, ഇവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ രാജീവ് ഇവളെ വിവാഹം കഴിച്ചാൽ അത് ഈ ജന്മത കിട്ടില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? നിന്റെ കണ്ണിൽ അയാൾ നല്ല മനുഷ്യനല്ലായിരിക്കാം, പക്ഷെ എന്റെ കണ്ണില് എനിക്ക് അയാൾ പറ്റിയ പാർട്ണർ തന്നെയാ. അല്ലെങ്കിലും നിനക്ക് അവനെ പോലുള്ളവനെ ചേരൂ. എന്തിനെങ്ങനെ ശിശിരേച്ച കുറ്റപ്പെടുത്തുന്നേ? ചേച്ചിക്ക് ഒരാളെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന് തുറന്നു പറഞ്ഞു. അതിൽ എന്താ ഇത്ര കുഴപ്പം? ചേച്ചിക്ക് അതിൽ സന്തോഷം കിട്ടുന്നെങ്കിൽ നമ്മളായിട്ട് അത് നടത്തി കൊടുക്കല്ലേ വേണ്ടേ? അതെ മോനെ, നീ ഒന്നുകൂടെ ആലോചിക്കേ. ഇവൾക്കിത് മതിയെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ എതിരെ നിൽക്കുന്നത്? അമ്മേ, ഓരോരുത്തർക്കും ഓരോ മനുഷ്യനെ കുറിച്ചൊരു വിശ്വാസമുണ്ട്. അതൊരു ദിവസം കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. ഇവളിനി എത്ര കെഞ്ചി പറഞ്ഞാലും അവനെ കുറിച്ചുള്ള എന്റെ ധാരണ മാറാൻ പോകുന്നില്ല. നമുക്ക് ഇവക്ക് വേണ്ടി വേറെ ഏതെങ്കിലും നല്ല ചെക്കനെ ആലോചിക്കാം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്റെ ശത്രുവൊന്നുമല്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണം തന്നെ എന്റെ ആഗ്രഹം. രാജീവ് ചതിയനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാവും. അന്ന് നീ ഒരു പടുകുഴിയിലാണ് വീണിരിക്കുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഇപ്പോ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് എനിക്കത് തടയാൻ പരമാവധി നോക്കാൻ പറ്റും. അത് ചെയ്യേണ്ടത് ഒരു സഹോദരൻ എന്ന നിലയിൽ എന്റെ കടമയാ. സഹോദരിയുടെ കല്യാണം മുടക്കുന്നതല്ല, നടത്തി കൊടുക്കുന്നതാ സഹോദരന്റെ കടമ. ഇത് കാരണം ഈ കുടുംബത്തിന് അതൊരു പ്രശ്നം ഉണ്ടാവരുത് ഗോകുൽ. ശിശിരേച്ചിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ചേച്ചി ജീവിക്കട്ടെ. ജീവിച്ചോട്ടെ, പക്ഷേ അത് എന്റെ സമ്മതത്തിൽ നടക്കില്ല.